ഹായ് മക്കളെ, നമസ്കാരം. നമ്മുടെ വരാൻ പോകുന്ന നാളെ നടക്കാൻ പോകുന്ന +2 മലയാളം പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ചോദ്യങ്ങളെ നമ്മൾ പരിശോധിക്കുക തന്നെ ചെയ്യും. ആ സാധ്യതയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, സെറ്റാക്കി വെക്കുക, പഠിക്കുക, റെഡിയാക്കുക. തന്നെ അധിക്ഷേപിക്കുന്ന ദുഷ്യന്തനോടുള്ള പ്രതികരണമായി ശകുന്തള പറയുന്ന ലോക തത്വങ്ങൾ വിശദമാക്കുക. സഭാ മധ്യത്തിൽ വെച്ച് ശകുന്തളയെ അധിക്ഷേപിച്ച സമയത്ത്, തൻ്റെ മാനാഭിമാനത്തിന് ചോദ്യം ചെയ്യപ്പെട്ട സമയത്ത് കൃത്യമായിട്ട് തിരിച്ച് ചില കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ശകുന്തള പറയുന്നുണ്ട്. അതെന്താണെന്ന് മക്കൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് സെറ്റാക്കുക, പഠിച്ചു വെച്ചേക്കുക. 4 മാർക്കിന് ചോദിക്കുന്ന ചോദ്യം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. അടുത്ത ചോദ്യം ഇതാണ്: നിന്നുടെ ജന്മത്തെക്കാൾ ശ്രേഷ്ഠം എന്നുടെ ജന്മം. നിന്നുടെ ജന്മത്തെക്കാൾ ശ്രേഷ്ഠം എന്നുടെ ജന്മം എന്ന് ശകുന്തള പറയാനിടയായ സാഹചര്യം വിശദീകരിച്ച് കുറിപ്പ് തയ്യാറാക്കുക. അതായത് ശകുന്തളയുടെ ജന്മത്തെക്കുറിച്ച് ദുഷ്യന്തൻ അധിക്ഷേപിക്കുന്നുണ്ട് പരഭൃത എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട്. ആ സമയത്ത് തൻ്റെ ജന്മം അതിനേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് കാണിക്കാൻ വേണ്ടി ദുഷ്യന്തൻ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? സെറ്റാക്കിക്കോ. ശകുന്തള പറയുന്ന കാര്യങ്ങൾ: നിന്നുടെ ജന്മത്തെക്കാൾ ശ്രേഷ്ഠമാണ് എന്നുടെ ജന്മം. എന്തുകൊണ്ട്? എൻ്റെ ജന്മത്തിൻ്റെ പ്രത്യേകത എന്താണ്? നിന്നേക്കാൾ ശ്രേഷ്ഠത എനിക്ക് എന്താണ് ഉള്ളത്? ഓർത്ത് വെച്ചേക്കുക. നോക്കുക, പ്രകാശം ജലം പോലെയാണ്, ടാപ്പ് തുറന്നാൽ മതി കുതിച്ചൊഴുകും. ഈ വാക്യത്തിന് കഥയിലുള്ള പ്രാധാന്യം എന്താണ്? അല്ലേ? ആ ഒരു കഥാകൃത്ത് മക്കളോട് പറയുന്ന സമയത്ത് മക്കൾ ചോദിക്കുന്നുണ്ട്, അച്ഛ എങ്ങനെയാണ് ബൾബിൽ നിന്ന് പ്രകാശം വരുന്നതെന്ന്. അപ്പം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പ്രകാശം ജലം പോലെയാണ്, ടാപ്പ് തുറന്നാൽ മതി കുതിച്ചൊഴുകും. പിന്നീട് കഥയിൽ നടക്കുന്നത് മുഴുവൻ ഈ ഒരൊറ്റ വാക്യത്തിൻ്റെ തുടർച്ചയായിട്ടാണ്. മുലവാതി മുറിഞ്ഞവളാറ്റിൻ കരയിൽ കനലായി വിളിപ്പൂ. പരിസ്ഥിതി വിനാശത്തെക്കുറിച്ച് ഈ വരികളിലുള്ള സൂചന വ്യക്തമാക്കുക. പരിസ്ഥിതി വിനാശത്തെക്കുറിച്ച് ഈ വരികളിൽ എന്താണ് പരാമർശിക്കുന്നത്? സെറ്റാക്കി വെച്ചോ. ദെൻ നെക്സ്റ്റ്, വീണ്ടും 2-3 കടകൾ കൂടി പിന്നിട്ട് കഴിഞ്ഞപ്പോഴാണ് ആ വെളിച്ചത്തിന് പിന്നിൽ ഒരു ചതിവുണ്ടെന്ന് മനസ്സിലായത്. വിപണിയുടെ എന്തെല്ലാം തന്ത്രങ്ങളാണ് ഈ വരികളിലൂടെ വ്യക്തമാകുന്നത്. ഒരു സാധനം ഉപഭോക്താവിനെ കൊണ്ട് വാങ്ങിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് വിപണി എന്തെല്ലാം വിപണന തന്ത്രങ്ങളാണ് ചെയ്യുന്നത്, അതിൻ്റെ ഒരു സൂചന ഈ പാഠഭാഗത്ത് നൽകുന്നുണ്ട്. ഉത്തരം വിശദമാക്കി എഴുതിക്കൊള്ളുക. ദെൻ നെക്സ്റ്റ്, നൈഷധനിവൻ താൻ ഒരീശലില്ലമേ നിർണയം എന്ന ആത്മഗതത്തിലേക്ക് ദമയന്തി എത്തിച്ചേരാനിടയായ സാഹചര്യം വിശദീകരിക്കുക. അല്ലെങ്കിൽ ഭാവുകൻ നളൻ തന്നെയാണെന്ന് ദമയന്തിക്ക് ബോധ്യമായതെങ്ങനെ? രണ്ടും സിമ്പിൾ ആൻസറാണ്. കേശിനിയെ ഉപയോഗിച്ചുകൊണ്ട്, കേശിനിയുടെ സാമർത്ഥ്യം ഉപയോഗിച്ചുകൊണ്ട് ഭാവുകൻ നളൻ തന്നെയാണെന്ന് ദമയന്തി തിരിച്ചറിയുന്നത് എങ്ങനെ? സെറ്റാണല്ലോ. ദെൻ നെക്സ്റ്റ്, കേശിനി എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്ത് കുറിപ്പ് എഴുതുക. തോഴി എന്ന തരത്തിൽ അല്ലെങ്കിൽ ആട്ടക്കഥകളിൽ കേശിനി എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ സ്ഥാനം എന്താണ്? പാഠഭാഗത്തുള്ള സ്ഥാനം എന്താണ്? അവരുടെ പ്രത്യേകതകൾ എന്താണ്? ഇത് മുഴുവൻ എല്ലാ ചോദ്യങ്ങളും ഇന്ന് ലൈവ് ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 7:30 ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മക്കൾ പോരാ, സെറ്റാക്കിയിട്ടേ നിങ്ങൾ പോവുള്ളൂ. പരീക്ഷയ്ക്ക് നിങ്ങൾ എഴുതിയിരിക്കും, ഇത് എൻ്റെ ഗ്യാരണ്ടി. ഓക്കെ, താങ്ക് യു.